അസമിൽ പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്നു. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 78ആയി ഉയർന്നു. ശിവസാഗർ, ഗോലാഘട്ട് ജില്ലകളിൽ നിന്നാണ് പുതിയ 3 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചത്. അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ 7 ജില്ലകളിലായി 3 ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ ദുരിതത്തിലായിരിക്കുന്നത്. 21 റവന്യൂ സർക്കിളുകളിലെ 551 ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചു. പ്രദേശത്തെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. 21,000-ലധികം ഹെക്ടറിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി. ദുരന്ത മേഖലകളിൽ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. 16,000-ലധികം പേരാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതുവരെ 30ഓളം വിതരണ കേന്ദ്രങ്ങൾ വഴി 70,000-ലേറെ ആളുകൾക്ക് അടിയന്തര സഹായങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ മെഡിക്കൽ, വെറ്റിനറി സംഘങ്ങളും സജീവമാണ്. പ്രളയത്തിൽ വീടുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള പൊതുസ്വത്തുക്കൾക്കും റോഡുകൾക്കും സംരക്ഷണ കെട്ടിടങ്ങൾക്കും വ്യാപക നാശനഷ്ടമുണ്ടായി. 11,000-ലധികം മൃഗങ്ങൾ ഒഴുക്കിൽപ്പെട്ടതായും 17,000-ഓളം കന്നുകാലികളെ പ്രളയം നേരിട്ട് ബാധിച്ചതായും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.